മനിലയിലെ നോർത്ത് സെമിട്രിയിൽ വന്നു നിൽക്കുകയാണ് ഞാൻ. 54 ഹെക്ടർ ഭൂമി, 29 രക്തസാക്ഷികൾക്ക് വേണ്ടി, രണ്ടാം ലോക മഹായുദ്ധകാലത്തെ 29 രക്തസാക്ഷികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സെമിത്തേരി പിന്നീട് ഒരു പൊതു ശ്മശാനമായി മാറി. ഭംഗിയായി ഒരുക്കിയിരിക്കുന്ന ഇടമാണെങ്കിലും സെമിത്തേരി എപ്പോഴും രാത്രികാലങ്ങളിൽ നമ്മെ പേടിപ്പിക്കും. നല്ല കട്ട പിടിച്ച ഇരുട്ട് എന്നെ വലയം ചെയ്യുന്നു. ചീഴുവീടുകളുടെ സ്വരമൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. വല്ലാത്തൊരു കാറ്റ് വീശുന്നുണ്ട്. അല്പമല്പം പേടിയേക്ക് വന്നു തുടങ്ങും സെമിത്തേരിയിൽ ഒറ്റക്കങ്ങനെ നിൽക്കുമ്പോൾ. പെട്ടെന്ന് പേടി മാറ്റിക്കൊണ്ട് ഒരു വയലിൻ ഗീതം മുഴങ്ങുന്നു. ഈ വിജനമായി തോന്നിപ്പിക്കുന്ന സ്ഥലത്ത് ആരാണിങ്ങനെ വയലിൻ മീട്ടുന്നത്? ഞാൻ അത്ഭുതത്തോടു കൂടി വയലിൻ ഗീതത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. അവിടെ ഒരു മനുഷ്യനിരുന്ന് ഒരു കുഴിമാടത്തിനരികെ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ അടുത്തേക്ക് ചെന്നപ്പോൾ മെഴുകുതിരി വെട്ടത്തിൽ അയാളുടെ മുഖം വളരെ വ്യക്തമായിട്ട് കാണാം. നിറയെ മെഴുകുതിരികൾ കത്തി നിൽക്കുന്ന കുഴിമാടത്തിനരികിൽ അങ്ങേറ്റ സ്നേഹഭാവത്തോടു കൂടി ഇയാൾ വയലിൻ മീട്ടി പഴയ ചില ഇംഗ്ലീഷ് ഫോക്ക് സോങ്സ് പാടുകയാണ്. എത്ര സുന്ദരമായൊരു കാഴ്ചയാണ്. വയലിൻ മീട്ടി പാടിയതിന് ശേഷം അയാൾ ആ കുഴിമാടത്തിൽ കുനിഞ്ഞ് ഉമ്മ വെക്കുന്നുണ്ട്. പിന്നീട് അയാൾ തിരികെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അയാളൊന്ന് പരിചയപ്പെടണമെന്ന് എനിക്ക് തോന്നി. അയാളുടെ ഭാര്യയാണ് അവിടെ കുഴിമാടത്തിനകത്ത് നിത്യനിദ്രയിൽ. മരണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളായി. പക്ഷെ എല്ലാ ദിവസവും അയാൾ പറയുന്നു അയാൾ വൈകുന്നേരങ്ങളിൽ വരും. ആളുകളൊന്നും ഇല്ലാത്ത നേരത്ത്, ആൾത്തിരക്കില്ലാത്ത, ഒച്ചയും ബഹളവും ഇല്ലാത്ത നേരത്ത് അയാൾ ഇവിടെ വരും. എന്നിട്ട് ഭാര്യയ്ക്ക് വേണ്ടി അവൾക്കിഷ്ടപ്പെട്ട പാട്ടുകൾ അത് ഓരോന്നായിട്ട് പാടിക്കൊടുക്കും എല്ലാ ദിവസവും മുടങ്ങാതെ. എത്ര വർഷങ്ങളായി അയാൾക്ക് ഓർക്കാൻ പറ്റുന്നില്ല. കുറേയേറെ വർഷങ്ങളായി. അയാൾ പറയുന്നു ഇനി എത്ര നാളിങ്ങനെ പാടും, മരിക്കും വരെ. അയാൾ പറയുന്നു എന്തുകൊണ്ട് അയാളിങ്ങനെ വരുന്നു? മരണത്തെ വെല്ലുന്ന സ്നേഹം അയാൾക്കുള്ളതുകൊണ്ട്. അതിസുന്ദരമായൊരു കാഴ്ച കണ്ട നിറവിൽ ഞാനും മടക്കയാത്ര ആരംഭിക്കുന്നു. ഞാൻ എന്നോട് തന്നെ പറയുന്നു, മരണം ജീവിതം അവസാനിപ്പിച്ചേക്കാം, പക്ഷേ സ്നേഹം അവസാനിപ്പിക്കുന്നില്ല. ഇതുപോലെ സിമിത്തേരിയിൽ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായി ജീവിച്ച ധാരാളം മനുഷ്യരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പോൾ വിലാദ് പാരീസിലെ ഒരു സെമിത്തേരിയിൽ 17 മാസക്കാലം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി വയലിൻ വായിക്കുവാൻ വേണ്ടി സ്ഥിരം വന്നിരുന്നത്രേ എല്ലാ ദിവസവും. അയാളെക്കുറിച്ച് ഫ്രഞ്ചിൽ സിനിമയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരാളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഫെലിപ്പെ എന്ന ഒരു മനുഷ്യനാണ്. അയാളുടെ ഭാര്യ മരിച്ചതിന് ശേഷം അയാൾ സെമിത്തേരിയിലേക്ക് വരുന്നു. ഫെലിപ്പെ സാലസാർ എന്ന് മുഴുവൻ പേര്. ഈ മനുഷ്യൻ വെനിസ്വേലക്കാരനാണ്. ഭാര്യ മരിച്ച് അയാൾ മരിക്കുന്നവരെ 25 വർഷക്കാലം അയാൾ സെമിത്തേരിയിൽ തന്നെ കഴിച്ചുകൂട്ടി. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, അതൊരു മാനസികമായ വിഭ്രാന്തിയുടെ അവസ്ഥയല്ലേ? ഇടയ്ക്കൊന്ന് പാട്ട് പാടുന്ന പോലെയല്ലല്ലോ. സെമിത്തേരിയിൽ തന്നെ താമസമാക്കുക ആയിരിക്കാം. ചിലപ്പോൾ വിഭ്രാന്തി കലർന്ന സ്നേഹമായിരിക്കാം. സ്നേഹം ചിലപ്പോൾ ഭ്രാന്താണല്ലോ. ഞാൻ ആ ഭ്രാന്തിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഒരു മനുഷ്യൻ സെമിത്തേരിയിൽ ഭാര്യയ്ക്ക് കൂട്ടിരിക്കുന്ന മട്ടിൽ മരിക്കും വരെ ഇരിക്കുക എന്ന് പറയുന്നത് അതിനകത്തൊരു നന്മയ്ക്കില്ലേ? അതിനകത്തൊരു പുണ്യമില്ലേ? അതിനകത്ത് ഏതൊക്കെയോ കാതരമായ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ അടങ്ങിയിട്ടില്ലേ? ആലോചിച്ച് നോക്കുക. ഭ്രാന്തിനപ്പുറത്തേക്കുള്ള എന്തൊക്കെയുണ്ട്, എന്തൊക്കെ വിശുദ്ധി. ഈ മനുഷ്യൻ അവിടെ ഇങ്ങനെ സ്ഥിരമായി ഇരുന്ന് ആർക്കൊരു ശല്യമില്ലെന്ന് പറയപ്പെടുന്നത്. അയാൾ പ്രാർത്ഥിച്ചിരിക്കും,
അയാൾ ധ്യാനാത്മകമായിട്ട് ഇവിടെ ഇരിക്കും. പതുക്കെ പതുക്കെ അദ്ദേഹത്തെ സിമിട്രി ഹെർമിറ്റ്, അതായത് സിമിത്തേരിയിലെ താമസൻ എന്ന ആളുകൾ വിളിച്ചു തുടങ്ങി. ചില ആളുകൾ ഈ മനുഷ്യനിൽ അല്പം ദിവ്യത്വമൊക്കെ കണ്ടു തുടങ്ങി. അയാളോട് പ്രാർത്ഥിക്കാൻ പറയും. അയാൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ശല്യവുമില്ലാതെ മരിക്കും വരെ അയാൾ അവിടെ കഴിച്ചുകൂട്ടി. ഇനി സാധാരണ മൃഗങ്ങൾക്കിടയിൽ പോലും കെനിയയിലെ മസായി ഫോറസ്റ്റ് റിസർവിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. ഈ കാട്ടാനകളുടെ കൂട്ടത്തിലെ തലവൻ മരിച്ചു. അതോടുകൂടി ആഴ്ചകൾ നീണ്ടു നിന്ന വിലാപം ഈ കാട്ടാനകൾ നടത്തിയത്രേ. അവർ ഒരുമിച്ചിരുന്ന് കരയുന്ന മട്ടിൽ സ്വരമുയർത്തി കുറേ കാലം വിലാപ പ്രകടനങ്ങൾ നടത്തിയത്രേ. മനിലയിൽ തന്നെ മറ്റൊരു അനുഭവമുണ്ട്. ഈ കൊറോണ കാലത്ത് ഒരാൾ ആശുപത്രിയിലായി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ. അവിടെ ഇയാൾ കോവിഡായി അഡ്മിറ്റാക്കപ്പെട്ടപ്പോൾ ഒരു പട്ടി, അയാളുടെ പ്രിയപ്പെട്ട പെറ്റ് ഡോഗ് പുറത്തു നിന്നു. എന്നിട്ട് ഭയങ്കര സങ്കടത്തോടെ അത്യാകാംക്ഷയോടുകൂടി പട്ടി ഇയാളെ കാത്തിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഈ കൊറോണ ബാധിച്ച് ഈ മനുഷ്യൻ മരിച്ചു. പട്ടി അവിടെ നിന്ന് പോകാൻ തയ്യാറായില്ല. പട്ടി ഹോസ്പിറ്റലിന് വെളിയിൽ എന്തെങ്കിലും ഒരിക്കൽ പ്രിയപ്പെട്ടവൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ കഴിച്ചുകൂടി. അവിടുന്ന് ബന്ധുക്കൾ പട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ പലവട്ടം വന്നു. നിർബന്ധപൂർവ്വം പട്ടിയെ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ തിരികെ എത്തി പട്ടി വീണ്ടും അവിടെ തന്നെ കഴിച്ചുകൂട്ടി. പിന്നെ ആളുകൾക്ക് ഈ സ്നേഹത്തിൻ്റെ പ്രതീകമായ പട്ടിയോട് അലിവ് തോന്നി. അവർ ഭക്ഷണമൊക്കെ കൊടുക്കാൻ തുടങ്ങി. മരിക്കുന്നത് വരെ ഈ പട്ടി അവിടെ തന്നെ കഴിച്ചുകൂടുകയും ചെയ്തു. ഇങ്ങനെയാണ് സ്നേഹത്തിൻ്റെ കഥകൾ. പലതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇനി ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ കാത്ത് വിരഹ ദുഃഖത്തിൽ സിമിത്തേരിയിലും മറ്റും ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മളും കുറച്ചും കൂടി ആഴമുള്ള സ്നേഹമുള്ളവരായി മാറണം എന്ന ചിന്തയിലേക്കെങ്കിലും യാത്രയാവണം. ഇനി നമ്മളെല്ലാവരും യാത്രക്കാരാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളൊരു ദിവസം മരിക്കും ഇല്ലേ? ഞാനൊരു ദിവസം മരിക്കും. മരിക്കുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ അവശേഷിപ്പിക്കുക എന്നൊരു ചോദ്യം ചോദിക്കുന്നത് വളരെ നല്ലതല്ലേ? PS I Love You എന്ന 2004 സിനിമ, അത് ധ്യാനപൂർവ്വം കണ്ടിരിക്കാവുന്നൊരു സിനിമയാണ്. ഒരാൾ ചെറുപ്രായത്തിൽ തന്നെ മരിക്കുന്നു. അയാൾക്ക് ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലായിരുന്നു. അയാൾ ഭാര്യയോട് പറയുന്നുണ്ട്, ഞാൻ ഇന്നലത്തേക്കാൾ കൂടുതൽ ഇന്ന് നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നാളെ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കും, നിന്നെ ഞാൻ എക്കാലവും ഏറ്റവും അധികമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞ അയാളാണ് മരിക്കുക. പക്ഷേ അയാൾക്ക് മരണം അടുത്തു വന്നു എന്ന ചിന്ത വളരെ വ്യക്തമായിട്ടുണ്ട്. കാരണം അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇയാൾ എന്താ ചെയ്യുന്നത്? വിരഹ ദുഃഖത്തിൽ തന്നെ കെടുത്തിക്കളയല്ല ചെയ്തത്, മറിച്ച് മരണത്തിന് വേണ്ടി ഒരുങ്ങി മരണത്തിന് ശേഷം ഭാര്യയ്ക്ക് സർപ്രൈസ് നൽകുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു. അവളുടെ ബർത്ത്ഡേ ദിനത്തിൽ അവൾ വായിക്കാൻ വേണ്ടി അയാൾ 10 ലെറ്ററുകൾ തയ്യാറാക്കി വെച്ചു. 10 വിചിത്ര രീതികളിലാണ് ലെറ്ററുകൾ. അതിൽ 10 കാര്യങ്ങൾ ഇവളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അതിൽ കുക്കിംഗ് ക്ലാസ് എടുത്ത് പഠിക്കുക, കുക്കിംഗ് പഠിച്ചെടുക്കുക, ഗിറ്റാർ പഠിച്ചെടുക്കുക, അതുപോലെ തന്നെ പുറത്തുപോയി ബീച്ചിൽ സൂര്യ അസ്തമയം കാണുക, ഒറ്റയ്ക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും നൃത്തം ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഇതുപോലെ 100 കാര്യങ്ങൾ. ആ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ഭാര്യയോട് ആവശ്യപ്പെടുകയാണ്. ഏറ്റവും അവസാനമായിട്ട് അയാൾ പറഞ്ഞിരിക്കുന്നത്, നീ നിൻ്റെ ജീവിതം ജീവിക്കുക. ഞാൻ മരിച്ചു, പക്ഷേ ജീവിതം തീരുന്നില്ല, സ്നേഹം തീരുന്നില്ല. മരണത്തോടെ എൻ്റെ ജീവിതം തീർന്നു, പക്ഷെ നമ്മുടെ സ്നേഹം തീരുന്നില്ല. നീ ജീവിക്കുക എന്ന ആ കത്തിലെ പ്രമേയം വായിച്ചിട്ട് അവൾ കരയുന്നുണ്ട്. പക്ഷെ അവൾ ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നമ്മളെല്ലാവരും മരിച്ചു പോവും.
നമ്മൾ മരിക്കുന്നതോടുകൂടി ചുറ്റുമുള്ളവരും മരിക്കണമെന്നില്ല, അവർ ജീവിക്കണം. അതിന് ഉതകുന്ന വിധത്തിൽ അവർക്ക് വേണ്ടി ഒരു പാത വെട്ടി ഒരുക്കിയിട്ട് വേണം കടന്നു പോകാൻ. പാതയായിട്ട് മാറണം. അതിന് സാധിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി ശ്രമിക്കുക. നല്ല യാത്ര നേരുന്നു.